നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 y1 y2 y3 തന്നിട്ടുണ്ട്. 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒറ്റ നോട്ടത്തിൽ പറയാൻ വേരിയബിൾ സെപ്പറബിൾ ആണ്. എന്നിട്ട് ലിമിറ്റ് പ്രോബ്ലം. ബേസിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് അതിന് ലിമിറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരം മോക്ക് എക്സാംസിന് ചോദിക്കുന്നതാണ്. ഇതിനേക്കാൾ ടഫ് ക്വസ്റ്റ്യൻ നമ്മൾ മോക്ക് എക്സാമിൽ ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെ ട്രിക്ക് ഉണ്ട്. അതായത് 3 ഒരു കപ്പിൾഡ് ODE തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പക്ഷേ എന്ന് വെച്ചാൽ നല്ല ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്ക് അത് എന്ത് ചെയ്യും, അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dy1 by y1 is equal to sin square x dx. അതുപോലെ രണ്ടാമത്തത് dy2 by y2 is equal to cos square x dx. dy3 by y3 is equal to 2 minus x cube divided by x cube dx. ഇങ്ങനെയാണ് സംഭവം. ഇനി ഇതിൽ ക്ലിക്ക് ആവേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് മൂന്നും കൂടിയും ആഡ് ചെയ്യണം. ആഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കത് മനസ്സിലാവും. നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ dy1 by y1 പ്ലസ് dy2 by y2 പ്ലസ് dy3 by y3 is equal to RHSൽ സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും കൂടി 1 ആയി. പിന്നെ ആ മൈനസ് എക്സ് ക്യൂബ് ബൈ എക്സ് ക്യൂബ് 1 ആണ്, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ബേസിക്കലി അത് 2 by x cube dx മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആയി മാറി. പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലോഗരിതം ഓഫ് y1 y2 y3ന്റെ ഡെറിവേറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ലോഗരിതം ഓഫ് y1 y2 y3ന്റെ ഡെറിവേറ്റീവ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗരിതം ഓഫ് y1 y2 y3 ആണ് നമുക്ക് എന്ത് കിട്ടാൻ പോണത്, ഇന്റഗ്രൽ 2 by x cube. 2 by x cube എന്ന് പറയുമ്പോൾ മൈനസ് 1 by x സ്ക്വയർ പ്ലസ് എന്ന് കിട്ടും. അഥവാ നമ്മൾ y1 y2 y3 എന്ന് പറഞ്ഞ സാധനം ഒരു k e raised to minus 1 by x സ്ക്വയർ ആണ്. ഇനി എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y1 y2 y3 വാല്യൂസ് നമുക്കറിയാം. 5 ഇൻറ്റു 1 by 3 ഇൻറ്റു 3 by 5 ആണ് എന്ത് വരാൻ പോണത്, k e raised to minus 1. അപ്പോൾ അതിൽ നിന്ന് k വാല്യൂ എന്താണെന്ന് കിട്ടി, k വാല്യൂ നമുക്ക് 1 ആണെന്ന് കിട്ടി. സോ യു ബേസിക്കലി നമ്മളെ y1 y2 y3 എന്ന് പറഞ്ഞ സാധനം എന്താണ്, e raised to minus 1 by x സ്ക്വയർ ആണ്. ഇതാണ് സംഭവം. ഓക്കെ, ഇനി ആ ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കുള്ളത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് ആയതുകൊണ്ട് ഞാൻ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്ത് ചെയ്യണം, e raised to minus 1 by h സ്ക്വയർ പ്ലസ് 2h ഡിവൈഡഡ് ബൈ e raised to 3h ഇൻറ്റു സൈൻ h. അപ്പോൾ എച്ചിന് 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോണത്, ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോണത്. e raised to മൈനസ് ഇൻഫിനിറ്റി 0യിലേക്കാണ് പോണത്. ന്യൂമറേറ്ററിൽ ഇതും 0 ആണ്, 0 by 0 ഫോമിലാണ്. അപ്പോൾ നമുക്ക് ലോപ്പിത്രൂളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ഫസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിനെ 2 ലിമിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ലിമിറ്റ് h ടെൻഡിങ് ടു 0 e raised to മൈനസ് 1 by h സ്ക്വയർ ഡിവൈഡ് ബൈ e raised to 3h ഇൻറ്റു സൈൻ h. ഓക്കെ, പ്ലസ് ബാക്കിയുള്ള സാധനം ലിമിറ്റ് h ടെൻഡിങ് ടു 0 എന്ത് വരും, 2h by e raised to 3h ഇൻറ്റു സൈൻ h. അപ്പോൾ e raised to 3h എന്തായിപ്പോയി, 1 ആയിപ്പോയി. 2h by സൈൻ h ആ വാല്യൂ 2 ആയിപ്പോയി. സോ ഈ മൊത്തം ലിമിറ്റ് എന്തായി മാറിയിട്ടുണ്ട്, 2 ആയിട്ടുണ്ട്. സോ ദിസ് ബിക്കംസ് ആൻഡ് ബൈ ദ വേ ഈ ലിമിറ്റ് ഉണ്ടല്ലോ, ലിമിറ്റ് h ടെൻഡിങ് ടു 0 e raised to മൈനസ് 1 by h സ്ക്വയർ e raised to 3h ടേം എന്തായി പോയിട്ടുണ്ട്, 1 ആയി പോയിട്ടുണ്ട്. ബൈ സൈൻ h ഉണ്ടാവും, പിന്നെ പ്ലസ് 2 ഉണ്ടാവും. ഇനി ഈ ലിമിറ്റ് തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ, ദിസ് ഇസ് ലിമിറ്റ് h ടെൻഡിങ് ടു 0 e raised to മൈനസ് 1 by h സ്ക്വയർ ബൈ h ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചിന്തിച്ചാൽ മതി, ഇൻറ്റു സൈൻ h ബൈ h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചിന്തിച്ചാൽ മതി. അതിൻ്റെ വാല്യൂ 1 ആണല്ലോ, റൈറ്റ്. സോ ഈ ലിമിറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഫെമിലിയർ സാധനമാണ്. ഇനി ആദ്യം പോലെ ചെയ്യണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, 1 by h സം y എന്ന് വിളിക്കുക. ഓക്കെ, സോ ലിമിറ്റ് y ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അപ്പോൾ e raised to മൈനസ് y സ്ക്വയർ ഇൻറ്റു y എന്ന് വരും. അഥവാ ലിമിറ്റ് y ടെൻഡിങ് ടു ഇൻഫിനിറ്റി y ബൈ e raised to y സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് ലോപ്പിത്രൂൾ യൂസ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് ലിമിറ്റ് y ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ e raised to y സ്ക്വയർ ഇൻറ്റു 2y എന്ന് വരും. ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആയതുകൊണ്ട് അത് ദാറ്റ് ഇസ് ഗോയിങ് ടു 0. സോ മൊത്തം ആൻസർ 0 പ്ലസ് 2 2യിലേക്കാണ് ഉത്തരം പോകുന്നത്. സോ ദി ആൻസർ ഇസ് 2. ഒരു വിഷമമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്, ഇത്തിരി ട്രിക്ക് അതിൽ വന്നിട്ടുണ്ട്.